മരുന്നുകൾക്ക് നൽകിയിരുന്ന ഡിസ്കൗണ്ടുകൾ അവസാനിപ്പിച്ച് ചെറുകിട മെഡിക്കൽ ഷോപ്പ് ഉടമകൾ GSTയിൽ ഇളവ് വന്നതോടെയാണ് തീരുമാനം. പുതിയ സ്ലാബിൽ വിൽപ്പന ആരംഭിച്ചതോടെ മെഡിക്കൽ ഷോപ്പ് ഉടമകൾ നൽകി വന്നിരുന്ന ഡിസ്കൗണ്ടുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ ഡിസ്കൗണ്ട് നൽകുന്നത് വലിയ നഷ്ടമാണെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമകൾ പറയുന്നു. സോഫ്റ്റ്വെയറിൽ 5% ടാക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ട്രിപ്പിൻ്റെ MRP വെച്ച് നമ്മൾ അടിക്കുമ്പോഴത്തേന് നേരത്തെ 12% ടാക്സ് ഉണ്ടായത് ഇപ്പോൾ 5% ടാക്സിലേ വരണം. അപ്പോൾ അത് MRP നിന്നും കുറവാണ് കാണിക്കണം. അപ്പം നമുക്കത് ഇവിടുന്ന് ഡിസ്കൗണ്ട് അടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാത്തിനും ഒരു 10-13 ഡിസ്കൗണ്ടിലാണ് കൊടുക്കണത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ അത് വെച്ച് ഡിസ്കൗണ്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ 5% ടാക്സ് വരുമ്പോൾ എത്രയാണ് വരുന്നത് ആ എമൗണ്ടിൽ നമ്മളിപ്പോൾ കൊടുക്കും. ഡിസ്കൗണ്ട് കുറച്ചതോടെ പല ഉപഭോക്താക്കൾക്കും മുൻപ് ലഭിച്ചിരുന്ന വിലയിൽ മരുന്ന് ലഭിക്കുന്നില്ലെന്നുള്ള പരാതി വ്യാപകമാകുന്നു. ഇതോടെ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള തർക്കങ്ങളും ഉയർന്നു വരികയാണ്. ഇതിപ്പോൾ നമ്മളൊരു സ്ട്രിപ്പ് എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്ട്രിപ്പിൽ 379 രൂപ MRP ഉണ്ടെങ്കിൽ നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ വില കിട്ടത്തില്ല. 12% ടാക്സ് ചെയ്യുന്നു, 5% ടാക്സ് ആകുമ്പോൾ അത് ഓൾറെഡി കുറയുമല്ലോ. ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കസ്റ്റമറിന്. അതായത് നമ്മൾ ഡിസ്കൗണ്ട് ഇപ്പോൾ വരുന്ന എമൗണ്ടിൽ നിന്ന് വീണ്ടും നമ്മൾ 10% കൂടി നമ്മൾ കുറയ്ക്കുമ്പോൾ ഒത്തിരി നഷ്ടം ഞങ്ങൾക്ക് വരത്തില്ലേ. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ 5% കുറച്ചുള്ള എമൗണ്ടിന് നമുക്ക് കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. ചില ആൾക്കാർ നമ്മളോട് തല്ലു പിടിക്കും, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഇത്ര ഡിസ്കൗണ്ട് തന്നിരുന്നേലും ഇപ്പോൾ എന്തുകൊണ്ട് തരുന്നില്ലെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു വിഷയമാവുന്നത്. GST പരിഷ്കാരം നടപ്പിലാക്കിയതോടെ പല മെഡിക്കൽ ഷോപ്പ് ഉടമകളും നൽകി വന്നിരുന്ന ഡിസ്കൗണ്ടുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ പഴയ വിലയിൽ പല മരുന്നുകളും വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആശങ്കയും മെഡിക്കൽ ഷോപ്പ് ഉടമകൾ പങ്കുവയ്ക്കുകയാണ്. ക്യാമറമാൻ ബേസിലിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി.